എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിൻ സിംഹമേ, എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിൻ സിംഹമേ, ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം, ഉയർത്തുക വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം, ഉയർത്തുക. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാ യോഗ്യനാ. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാ യോഗ്യനാ. സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്, സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്. സിംഹാസനത്തിന്റെ നടുവിലും മുപ്പന്മാരുടെ നടുവിലും, സിംഹാസനത്തിന്റെ നടുവിലും മുപ്പന്മാരുടെ നടുവിലും കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം, ഉയർത്തുക വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം, ഉയർത്തുക. ടി വി പ്രേക്ഷക സംഗമം പൂവാറിൽ ഡിസംബർ 17 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ശ്രുതി ഓഡിറ്റോറിയം, ലയോള കോളേജ് ജംഗ്ഷൻ, വിഴിഞ്ഞം റോഡ്, പൂവാർ. ടി വി പ്രേക്ഷക സംഗമം എറണാകുളത്ത് ഡിസംബർ 18 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം AJ ഹാൾ, കലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, എറണാകുളം. ടി വി പ്രേക്ഷക സംഗമം പാലക്കാട് ഡിസംബർ 19 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. മിറക്കിൾ സൺഡേ പാറശാലയിൽ ഡിസംബർ 22 വൈകുന്നേരം 4:30 മുതൽ. സ്ഥലം ഷീല കല്യാണ മണ്ഡപം, പാറശാല. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വിശ്വാസത്തിലായിരിക്കുന്ന നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു എന്ന്. ദൈവം എന്തിനാണ് നമ്മളെ തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്തു? എത്രയോ ആളുകൾ ലോകത്തുണ്ട്, എന്തുകൊണ്ട് നിങ്ങളെ തിരഞ്ഞെടുക്കുവാനിടയിൽ തീർന്നു? എന്തെങ്കിലും പ്രത്യേകത ദൈവത്തിന് നിങ്ങളിൽ തോന്നിയോ? എന്താണ് കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ ഇതാണ് നിങ്ങളോട് കർത്താവ് സംസാരിക്കുന്നത്. നിങ്ങളിൽ എന്താണ് കർത്താവിന് തോന്നിയ പ്രത്യേകത? നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഞാനിന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നൊരു വാക്യം ഞാൻ പറയട്ടെ. വെൻ യു ആർ ഇഗ്നോറിങ് ദ വേർഡ്, നിങ്ങൾ എപ്പോഴാണോ ദൈവത്തിൻ്റെ വചനത്തെ ഇഗ്നോർ ചെയ്യുന്നത്, വാസ്തവത്തിൽ യു ആർ ഇഗ്നോറിങ് ദ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ നിങ്ങളുടെ വിടുതലിനായിട്ടുള്ള സൂത്രവാക്യത്തെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക, അല്ലെ തള്ളിക്കളയുക. എനിക്ക് നിങ്ങൾക്കുമുള്ള അനുഗ്രഹത്തിൻ്റെ സോഴ്സ് ദൈവം വെച്ചിരിക്കുന്നത് ദൈവവചനത്തിനകത്താണ്. ഇന്ന് നമ്മുടെ ക്രിസ്ത്യാനികൾക്കകത്ത് 2-3 കാര്യങ്ങൾ മാത്രമേ അവരുടെ തലയിലുള്ളൂ. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ച് കേൾക്കണേ. പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടും, ഉപവസിച്ചാൽ സൗഖ്യം കിട്ടും, പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടും, ഉപവസിച്ചാൽ മാറ്റം ഉണ്ടാകും. ചില ആളുകൾ കുറച്ചും കൂടെ അറിയാം, കരഞ്ഞാൽ മാറ്റം ഉണ്ടാകും, വിശ്വസിച്ചാൽ മാറ്റം ഉണ്ടാകും.
ഇത്രയും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ, ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ ഒതുങ്ങിപ്പോയി. പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന സൗഖ്യമാകാൻ എങ്ങനെ എന്തൊക്കെയാണോ പറയുന്നത് അല്ലേ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്നാൽ നമ്മൾ ആരാന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടോ കരയേണ്ടതായിട്ടോ ഒരു കാര്യം നേടേണ്ടതിനായി പരിശ്രമിക്കേണ്ടതായിട്ടോ ഉള്ള സ്ഥിതിയിൽ നിന്ന് നിങ്ങൾ മാറാൻ തുടങ്ങും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാൻ തുടർന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഞാൻ പറഞ്ഞ കാര്യം കുറച്ച് കട്ടിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഉപവസിക്കേണ്ടേ, പ്രാർത്ഥിക്കേണ്ടേ, വിശ്വസിക്കേണ്ടേ എന്നൊക്കെ തോന്നൽ വരാം. ഒരു ആമേൻ പറഞ്ഞേ. ഞാനൊരു വാക്യത്തിലേക്ക് വരുക. 1 പത്രോസിലേക്ക് വരാം. 2 അധ്യായം എടുക്കാം. കഴിഞ്ഞ ആഴ്ചയും വാക്യം നമ്മൾ വായിച്ച് അതിന്റെ 9ാമത്തെ വാക്യം വായിക്കാം. 1 പത്രോസ് 2 അധ്യായം 9ാമത്തെ വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന്, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടോ? ബൈബിൾ ഉണ്ടെങ്കിൽ തുറന്നേ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. ഇത് കുറച്ചു പേർക്ക് ഈ വാക്യം അറിയാം കേട്ടോ. ആ വാക്യത്തിലെ 2 വാക്കുകൾ നമ്മുടെ ഉള്ളിൽ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന്, രാജകീയ പുരോഹിത വർഗം എന്ന് പറഞ്ഞേ. രാജകീയ എത്ര പേര് ആ വാക്ക് കേട്ടിട്ടുണ്ട്? അവരെ കരമൊന്ന് ഉയർത്തി കാണിച്ച്. ഒത്തിരി പേര് കേട്ടിട്ടുണ്ട്. അതെന്താന്ന് അറിഞ്ഞുകൂടെങ്കിലും നമുക്ക് എന്തൊക്കെയോ നമുക്ക് തലയിലുണ്ട്. രാജകീയ പുരോഹിത വർഗം എന്നൊരു വാക്ക് നമ്മുടെ തലയിലിരിപ്പുണ്ട്. സത്യത്തിൽ ഈ വാചകം പത്രോസ് എഴുതുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ബൈബിളിനെ മുഴുവനും പുതിയ നിയമത്തെ മുഴുവനും നമ്മുടെ കയ്യിൽ എഴുതി തന്നിരിക്കുകയാണ് ആ വാക്യത്തിലൂടെ. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയട്ടെ. പുതിയ നിയമം മുഴുവനും ഒരു വാക്യത്തിലൂടെ ദൈവം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അവിടുത്തെ ആദ്യത്തെ വാക്ക് ഞാൻ ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. ബട്ട് യു ആർ എ ചോസൻ റേസ്. എല്ലാവരും പറഞ്ഞേ, ചോസൻ റേസ്, തെരഞ്ഞെടുക്കപ്പെട്ട ജാതി. എല്ലാവർക്കും പറഞ്ഞേ, തെരഞ്ഞെടുക്കപ്പെട്ട ജാതി. ഒന്ന് കരമുയർത്തിട്ട് എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. ഒന്നും കൂടെ പറ, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. ഒന്നും കൂടെ പറ, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. ഇത് കേട്ടപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷെ ആ വാചകത്തിന്റെ അർത്ഥം ഭയങ്കരമാണ്. തെരഞ്ഞെടുക്കുക. എല്ലാവരും പറഞ്ഞ തെരഞ്ഞെടുക്കുക. ഒന്നുകൂടെ ശബ്ദകൃതി പറഞ്ഞ തെരഞ്ഞെടുക്കുക. ഓ, ലവ് യു ജീസസ്. തെരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മുടെ അകത്ത് വരുന്ന 2-3 പ്രധാന ചിത്രങ്ങൾ പറയട്ടെ. തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണെന്ന് നമുക്ക് അറിയാമെങ്കിലും അത് അറിയുന്ന രീതിക്ക് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാനും നിങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണെന്ന് നമുക്കറിയാം. പക്ഷെ അറിഞ്ഞിരിക്കുന്ന രീതിക്ക് ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നമല്ല, ചെറിയൊരു ചിന്തയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവം നമ്മളോട് കരുണ കാണിച്ചു, ദൈവം നമ്മളോട് ദയ കാണിച്ചു, കരുണ കാണിച്ചു, നമ്മളെ ദൈവം തെരഞ്ഞെടുത്തു. അങ്ങനെയല്ലേ നമുക്ക് അറിയാവുന്നത്? നിങ്ങളൊന്നും പറയാതെ എന്താ? അങ്ങനെയാണോ അറിയാവുന്നത്? പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന വാചകം കുറച്ചും കൂടെ വ്യത്യാസമാണ്. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ജാതിയാക്കാൻ വേണ്ടിയാ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും അകത്തുള്ള 2 പ്രധാന ചിന്ത: ദൈവം നമ്മളോട് കരുണ കാണിച്ചു, ദൈവം നമ്മളോട് ദയ കാണിച്ചു. ആ ദയയുടെയും കരുണയുടെയും അനന്തര ഫലമാണ് ഇപ്പൊ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ നിങ്ങളോട് ഈ വ്യത്യസ്തമായിട്ട് ചോദ്യം ചോദിക്കട്ടെ. എന്നെ നോക്കിക്കാ. നിങ്ങൾ എല്ലാവരും കരമുയർത്തി പറഞ്ഞ്, എന്നെ ദൈവം തെരഞ്ഞെടുത്തതാണ്. ദൈവം തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയായിരുന്നു? കരുണ കാണിച്ചു, ദൈവത്തിന്റെ സ്നേഹം കാണിച്ചു. അവന്റെ സ്നേഹം എന്നെ തെരഞ്ഞെടുത്തു, അവന്റെ കരുണ എന്നെ തെരഞ്ഞെടുത്തു. എന്നാൽ ഒരു പടിയും കൂടെ കയറി ഞാൻ പറയട്ടെ. ദൈവത്തിന് നിങ്ങളിൽ മറ്റാരിലും കാണാത്ത, ദൈവത്തിന് വേണ്ട ചിലത് നിങ്ങളിൽ കണ്ടതുകൊണ്ടാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത്. ഒന്നുകൂടെ പറയാം. ദൈവം നിങ്ങളോട് കരുണ കാണിച്ചതാണ്, ദയ കാണിച്ചത് ശരിയാ. പക്ഷെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കാറില്ല. ദൈവത്തിനെ എന്നിൽ
ദൈവത്തിന് വേണ്ടത് ഒന്ന് കണ്ടത് കൊണ്ടാണ് എന്നെ ദൈവം തെരഞ്ഞെടുത്തതെന്ന് നമ്മൾ കണ്ടിട്ടില്ല. Amen. Hallelujah. ദൈവത്തിന് എന്നെ ആവശ്യമുള്ളതിൽ, അല്ലെങ്കിൽ ദൈവം എന്നെ ആഗ്രഹിച്ചപ്പോ ആ ദൈവത്തിന് എന്നിൽ ചില ക്വാളിറ്റികൾ കണ്ടതാണ് എന്നെ തെരഞ്ഞെടുത്തതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ ചിന്തിക്കത്തില്ല. ഇല്ല. അതിന്റെ കാരണം നമ്മൾ ക്വാളിറ്റി ഉള്ള ആളാണെന്നോ യോഗ്യതയുള്ള ആളാണെന്നോ തെരഞ്ഞെടുക്കാൻ പറ്റുന്ന പാത്രമാണെന്നോ നമ്മുടെ തലയിലില്ല. നമ്മൾ കൊള്ളില്ല, അഴുക്കാണ്, ചീത്തയാണ് എന്ന ചിന്ത മാത്രമേ നമ്മുടെ തലയിലുള്ളൂ. ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ മനസ്സിലാവുന്നു. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തപ്പോൾ കരുണ കാണിച്ചു, ദയ കാണിച്ചു. കാരണം നമ്മുടെ ഉള്ളിലുള്ള മൈൻഡ് സെറ്റ് നമ്മൾ അഴുക്കാണ്, കൊള്ളത്തില്ല, തിന്മയാണ്, ആ ചിന്ത മാത്രമേ ഉള്ളൂ. മീൻ പിടിച്ച പത്രോസിനെ ദൈവം തെരഞ്ഞെടുത്തു. പക്ഷെ തെരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിനൊരു കാര്യം അറിയാമായിരുന്നു. ഇവന് ജനിക്കണേക്കാൾ മുമ്പ്, ഇവൻ ലോകാരംഭത്തിന് മുമ്പ് ഞാൻ ഇവനിൽ ഒരു പോപ്പാകാനുള്ള കൃപ അല്ലെങ്കിൽ കഴിവ് ഇവന്റെ അകത്ത് ഞാൻ പകർന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞ ദൈവത്തിന് നമ്മളിലുള്ള ചിലതിനെ കാണാൻ കഴിഞ്ഞു. പക്ഷെ നമ്മളിലുള്ള ചിലതിനെ കാണാറില്ല. നമ്മൾ പറയാറുള്ളത് വി ആർ ഓർഡിനറി. ഞങ്ങൾ സാധാരണക്കാരനാണ്, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ഞാൻ കൃമിയാണ്, ഞാൻ പുഴുവാണ്, ഞാൻ പൊടിയാണ്, ഞാൻ ഒന്നുമല്ല, ഞാൻ ഏതുമല്ല എന്ന് പറയാനാണ് നമുക്ക് ഇഷ്ടമുള്ളത്. പക്ഷെ ദൈവത്തിന് നിങ്ങളെ കാണുമ്പോൾ തോന്നിയത് അങ്ങനെയല്ല. ഇവൻ ചിലതാണ്, ഇവനിൽ ഞാൻ ചിലത് കണ്ടിട്ടുണ്ട്, ഇവനിൽ ചില കഴിവുകളുണ്ട്, ഇവനിൽ ചില കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. വേദപുസ്തകത്തിൽ ലേഖനം പറയുന്നത് 1 കൊരിന്ത്യർ 6:19 2 പത്രോസ് 1:18 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക ദൈവം നമ്മളെ വില കൊടുത്ത് വാങ്ങിയതാണ്. നമ്മൾ എങ്ങനെയോ എന്ത് ചെയ്തു എന്ന് പറഞ്ഞേ? വില കൊടുത്തു എന്ന് പറഞ്ഞ വേദപുസ്തകം പറയുന്നത് വെള്ളിയോ പൊന്നോ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളോ കൊണ്ടല്ല, വിലയേറിയ പുത്രന്റെ രക്തം എന്ന് പറഞ്ഞാൽ സ്വന്തം പുത്രന്റെ രക്തത്തിന് എന്തു വിലയുണ്ടോ അത്രയും വില കൊടുത്താണ് ദൈവം നിങ്ങളെ വാങ്ങിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നിങ്ങൾ വാല്യുബിൾ ആണ്. ഒന്ന് കരമുയർത്തി പറയാവോ? ദൈവത്തിന് ഞാൻ വിലയുള്ളതാണ്. എന്നിൽ ദൈവം ചിലത് വിലയുള്ളതായി കണ്ടു. ഓ, കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിന്റെ മുഖത്തെ കരുവാളിപ്പല്ല, നിന്റെ മുഖത്തെ നിറവല്ല, നിന്റെ ശരീരപ്രകൃതിയല്ല, നീ വന്ന ജാതിയല്ല, നീ വന്ന മതമല്ല, നീ വന്ന കുലമല്ല, നീ ക്രിസ്ത്യാനിയായെന്നോ ഹിന്ദു ആയെന്നോ അല്ല. പകരം ദൈവം നിങ്ങളിൽ അവന് വേണ്ട ചില പ്രത്യേകതകൾ കണ്ടതുകൊണ്ടാണ് അവൻ നിന്നെ തെരഞ്ഞെടുത്തത്. ദൈവത്തിന് ഇന്നയാളെ അവിടെ പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്നും ദൈവത്തിന്റെ ഉദ്ദേശത്തിന് നീ യോഗ്യനാണെന്നും അവന് തോന്നിയത് കൊണ്ടാണ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. നമ്മൾ പറയുന്നത് ഒന്നുമല്ല, ഞാനൊന്നുമല്ല എന്നൊരു മനോഭാവം ക്രിസ്ത്യാനിയുടെ തലയിൽ കയറിയിരിക്കുക. ഞാൻ കഴിവില്ല, ഞാൻ ഒന്നുമല്ല, അതാരൊക്കെയോ നമ്മുടെ തലയിൽ കയറി പഠിപ്പിച്ചു വെച്ചിരിക്കുക. എന്നാൽ ദൈവം പറയുന്നത് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞേ. അവൻ എന്നെ തെരഞ്ഞെടുത്തു. ഉദാഹരണം പറയാം. 1000 പേര് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ, 1000 പേരെയും തെരഞ്ഞെടുക്കത്തില്ല. അതിൽ ഒരാളാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ, അതിൽ 10 പേരാ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ, ആ തെരഞ്ഞെടുക്കുന്ന ആള് ആ 1000 പേരിൽ വെച്ച് അതിന് യോഗ്യനായതുകൊണ്ടാണ് ആ ആളെ തെരഞ്ഞെടുത്തത്. എന്ന് പറഞ്ഞ 10,000ങ്ങളുടെ നടുവിൽ നിനക്ക് ദൈവം ആഗ്രഹിച്ച യോഗ്യത ഉള്ളത് കൊണ്ടാണ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്റെ കൂടെ ഇല്ല, ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല. അപ്പൊ നിങ്ങളെല്ലാം ചിന്തിക്കുന്നത് എന്നറിയോ? എന്ത് യോഗ്യത എന്ന് പറയുന്നത്? നമ്മുടെ യോഗ്യതക്കുറവ് നമ്മൾ പറയുന്നത് നമ്മുടെ അഴുക്ക് സ്വഭാവമായിരുന്നു, അയോഗ്യതയുള്ള ജീവിതമായിരുന്നു. അത് ശരിയാണ്, അതൊന്നും തെറ്റെന്ന് പറഞ്ഞില്ല. അതിനോട് ദൈവം നിങ്ങളോട് കരുണ കാണിച്ചു. പക്ഷേ നിങ്ങൾ ലോകം ഉണ്ടാകണേക്കാൾ മുമ്പ് ദൈവം നിങ്ങളിൽ ചിലത് വെച്ചിട്ടുണ്ട്. അത് ദൈവത്തിന് ഇന്ന സമയത്ത് ഇവിടെ പ്രയോജനപ്പെടുത്തണമെന്ന് ചിന്തിച്ചതാണ് ദൈവം നിന്നെ തെരഞ്ഞെടുക്കാൻ കാരണം. ഒന്ന് പറഞ്ഞേ,
ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേട്ടെ. നമുക്ക് വിഷ്ണു ബ്രദർ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പോലെ ഇവിടെ ഇല്ല ഇരിക്കുന്നത്, അവിടെ ഇരിക്കുന്നത്. എന്തുകൊണ്ടാ പറ? പാറശാലയിലെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ തെരഞ്ഞെടുത്ത് വെച്ചേക്കുവാ. അതിന്റെ ഒരു ഗമ ആർക്കുണ്ട്? വിഷ്ണുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. അതിൽ തെറ്റുവല്ലോ ഉണ്ടോ? മറ്റാരേക്കാളും പ്രിൻസിനൊരു ധൈര്യമുണ്ട് എൻ്റെ അടുക്ക് വന്ന് സംസാരിക്കാൻ. അതെന്താ കാരണം? ഗോഡ്വിൻ എൻ്റെ വീട്ടിൽ വരാനും വീട്ടിൽ വന്ന് ചില ചെയ്യാനും ധൈര്യമുണ്ട്. അതെന്താ? ഗോഡ്വിൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ഗോഡ്വിനെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ തെരഞ്ഞെടുത്തത് ഗോഡ്വിൻ അറിയത്തില്ല എങ്കിൽ ഗോഡ്വിൻ ഒരിക്കലും എന്നോടുള്ള ബന്ധത്തിലെ ചില കാര്യങ്ങളെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ അവന് കഴിയാതെയാകും. നിങ്ങളുടെ തലയിൽ കയറിയില്ല. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സത്യത്തിൽ ഞങ്ങളെ പോലുള്ള പ്രസംഗകരാണ് നമ്മുടെ തലയിൽ ഏറ്റവും കൂടുതൽ കയറ്റി വെച്ചിട്ടുള്ളത് നിങ്ങൾ കൊള്ളില്ല എന്നും, നിങ്ങൾ കുറവുള്ളവരാണെന്നും, നിങ്ങൾ അയോഗ്യരാണെന്നും, നിങ്ങൾ കുറവുള്ളവരാണെന്നും, നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നൊന്നും നമ്മുടെ സമൂഹം, ഞങ്ങളെപ്പോലത്തെ പ്രസംഗകരെ, അച്ഛൻ അമ്മ സമൂഹം ചുറ്റുപാടും നമ്മുടെ തലയിൽ കയറ്റി വെച്ചിരിക്കുക. പക്ഷേ ദൈവം നിങ്ങളെ നോക്കിയപ്പോ ദൈവം പറയുവാ, ഐ ലൈക്ക് ടു ചോസ് ഹിം. എനിക്ക് ഇവനെ തെരഞ്ഞെടുക്കാൻ ആഗ്രഹമാ. ഇവനെ ഒരു പ്രത്യേക ജാതിയാക്കാൻ ആഗ്രഹമാ. എനിക്ക് ഇവനെ ഇവിടെ കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നിങ്ങളിൽ ചിലത് കാണാൻ കഴിഞ്ഞു. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ദൈവത്തിന് നിങ്ങളിൽ ചിലത് കാണാൻ കഴിഞ്ഞത് കൊണ്ടാണ് അവൻ നിന്നെ തെരഞ്ഞെടുത്തത്. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ബ്രദറിന്റെ പേരെന്ത് പറഞ്ഞേ? പേര് പറ. അനി. അനി ബ്രദറിനെ കണ്ടതിന് അന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും സുവിശേഷ വേലയുടെ ഭാഗമാണെന്ന്. ഇതാ ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരിയുണ്ട്. സഹോദരി കണ്ടതിന് അന്ന് ഞാൻ പറഞ്ഞു ശുശ്രൂഷകയാകണമെന്ന്. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ബ്രദറെ എനിക്ക് ഇങ്ങനെ പറഞ്ഞിട്ടിരുന്നു. ചർച്ചിൽ ഏറ്റവും പ്രയാണം ഇഷ്ടമുള്ള ഒരു സഹോദരിയുള്ള ഒരാളാണ്. ദൈവത്തിന് അവരെ താല്പര്യമുണ്ട്. ദൈവത്തിന് അതെങ്ങനെ എനിക്ക് മനസ്സിലായി? അവർക്ക് അവരിലെ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന അറിയത്തില്ല. പക്ഷെ ഞാൻ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി അവരൊരു സ്പെഷ്യലാണ്. നിങ്ങളൊന്നൊന്നും പറയാത്തെ, ആമേൻ പറയാത്തെ. ദൈവത്തിന് നിങ്ങൾ കൊള്ളാമെന്ന് തോന്നി. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ്, ദൈവത്തിന് ഞാൻ കൊള്ളാമെന്ന് തോന്നി. നാട്ടിലെ ആർക്കെങ്കിലും കൊള്ളാമെന്ന് തോന്നിയെന്നല്ല, ദൈവത്തിന്, സർവശക്തനായ ദൈവത്തിന്, ഈ ലോകത്തിന്റെ ഉടയവന്, സകലത് ഉണ്ടാക്കിയവന് നിങ്ങൾ കൊള്ളാമെന്ന് തോന്നി. അവന് നീ കൊള്ളാമെന്ന് തോന്നിയോണ്ടാ നീ ഇവിടെ ഇരിക്കുന്നേ. ഒന്ന് പറഞ്ഞേ, ദൈവത്തിന് എന്നെ കൊള്ളാമെന്ന് തോന്നി. അതുകൊണ്ടാണ് അവൻ എന്നെ തെരഞ്ഞെടുത്തത്. അപ്പൊ ദൈവം എന്നെ തെരഞ്ഞെടുത്തത് കരുണ കാണിച്ചു, കൃപ കാണിച്ചു, ദയ കാണിച്ചു. അതൊക്കെ ശരിയാ. പക്ഷെ അതിനേക്കാൾ ഉപരി അവൻ എന്നെ കൊള്ളാമെന്ന് തോന്നിയത് കൊണ്ടാണ് അവൻ നിന്നെ തെരഞ്ഞെടുത്തത്. ദൈവത്തിന് തൻ്റെ വേലയ്ക്ക് നിങ്ങളെ കൊള്ളാമെന്ന് തോന്നിയത് കൊണ്ടാണ് കർത്താവിൻ്റെ ഉദ്ദേശത്തിലേക്ക് ഏറ്റവും നല്ലതായിട്ട് ആപ്റ്റായിട്ട് തോന്നിയത് നിങ്ങളായതുകൊണ്ടാണ് കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. അവൻ്റെ വേലയുടെ ഭാഗമാകുവാൻ, കർത്താവിൻ്റെ മനസ്സിനെ കൊണ്ട് നടക്കാൻ, കർത്താവിൻ്റെ ഇഷ്ടത്തെ ചെയ്യുവാൻ അവൻ നിങ്ങളെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല, നിങ്ങൾ അസാധാരണത്വമുള്ള വ്യക്തികളാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദറെ, ആലപ്പുഴയിൽ നിന്നും ഷാജി ബ്രദറാണ്. ആലപ്പുഴയിൽ നിന്ന് ഷാജി. മെയ് മാസം ഉണ്ടായ ഒരു അത്ഭുത സാക്ഷ്യമാണ് പറയാനുള്ളത്. മെയ് മാസം നടന്ന നമ്മുടെ എറണാകുളം മീറ്റിങ്ങിൽ ഷാജി ബ്രദർ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ബ്രദർ അങ്ങോട്ട് വിളിച്ച് ദൂത് പറയുകയായിരുന്നു ചെയ്തത്. അന്ന് ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ഷാജി ബ്രദറിൻ്റെ നെഞ്ചിൻ്റെ മേൽ കർത്താവിൻ്റെ കരവിരിക്കുന്നെന്ന് പറയുവാനിടയായി. അപ്പോൾ തന്നെ ശരീരത്തിലുണ്ടായിരുന്ന നെഞ്ചുവേദന, അതുപോലെ തന്നെ ക്ഷീണം, തളർച്ച, എല്ലാത്തിനും പൂർണ്ണ വിടുതലുണ്ടായെന്നാണ് സാക്ഷീകരിക്കുന്നത്. നെഞ്ചുവേദന ഉണ്ടായിരുന്നു ഷാജി ബ്രദറെ? എന്നോട് പറഞ്ഞാൽ അന്ന് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ഇത് വിശ്വസിച്ചാൽ എന്നെ വിശ്വസിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. കാരണം ഞാൻ കൂലിപ്പണിക്കാരാണ്, നമ്മൾ ട്രോളിപ്പണിയാണ് കൂടി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പൂഴിയൊക്കെ എടുത്തുമ്പോൾ ശരീരത്തിന് എപ്പോഴും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്, എപ്പോഴും നെഞ്ചുവേദനയാണ്.
പണി കഴിഞ്ഞ് വെച്ച് വന്നാലും പറയും എനിക്ക് വയ്യ വലിജി, എനിക്ക് നെഞ്ചുവേന എടുക്കണം. ഭാരപ്പെട്ട പണിയൊന്നും എടുക്കാൻ പാടില്ലായിരുന്നു. എപ്പോൾ വന്നു വെച്ചാണേലും ഭയങ്കര ക്ഷീണമാണ്, അതുപോലെ എന്തോ നെഞ്ചിൽ നിറഞ്ഞു നിൽക്കണ പോലെ തോന്നുമെന്ന് പറഞ്ഞ് എപ്പോഴും ഉണ്ടാവുമായിരുന്നു. അപ്പം നമുക്ക് പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണം. അപ്പം പിറ്റേ ദിവസം നമുക്ക് പണിക്ക് പോകാൻ പറ്റില്ല. എന്നാലും നമ്മൾ പോവും. നമ്മൾ ഈ ഭാരപ്പെട്ട പണിയാണ് എപ്പോഴും ദിവസം ചെയ്യുന്നത്. രണ്ടും ചെയ്യുന്ന ഒരേ പണി തന്നെയാണ്. എന്നാലും എനിക്ക് കൂടുതലും പ്രശ്നങ്ങളാണ്. അപ്പം ഞാനന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ബ്രദർ എന്നെ വിളിച്ച് പറഞ്ഞു ഇന്നപോലെ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചത് എന്നോട് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ പൂർണ്ണമായിട്ട്, കാരണം ഞാൻ വീഡിയോസ് എല്ലാം കണ്ട്. ഞാൻ ചോദിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ആലപ്പുഴ എറണാകുളത്ത് വന്നത് മീറ്റിങ്ങിന് വന്നു. വന്നു മെയ് മാസത്തിലും ഞങ്ങൾ മിക്കപ്പോഴും എറണാകുളം മീറ്റിങ്ങിന് വന്നു. കഴിഞ്ഞ നമ്മൾ 15th വന്നിട്ട് അന്ന് നമുക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ലായിരുന്നു ഒന്ന്. അപ്പം അന്ന് അവിടെ എഴുതി കൊടുത്തായിരുന്നു. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറഞ്ഞേ. ഈ ബ്രദറിന് കിട്ടിയ വലിയൊരു സാക്ഷ്യമാണ്. ഈ ബ്രദറിന് പാട്ടത്തിന് നെൽകൃഷി ചെയ്യുന്ന ആളാണ്. മോഹൻ ബ്രദർ നമുക്ക് മെസ്സേജ് അയക്കുന്ന ആള്. വയലൂർ പ്രാവശ്യം നശിച്ചു, വീണ്ടും പ്രാർത്ഥിച്ചു, വീണ്ടും നശിച്ചു, ഇവിടെ നശിച്ചു. ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. കഴിഞ്ഞ മെയ് 23 ബ്രദറിന്റെ മകളുടെ കല്യാണം ഫിക്സ് ചെയ്തതാണ്. എന്നാൽ മെയ് 18 ആയപ്പോൾ നെൽകൃഷിയിൽ വെള്ളം കയറി മുഴുവൻ നശിച്ചു പോയി. 2 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുള്ള ഇതുപോലെ 2 പ്രാവശ്യം ഉണ്ടായത് എനിക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ മെയ് മാസത്തിലെ നമ്മുടെ എറണാകുളം മീറ്റിങ്ങിൽ ഈ ബ്രദർ വന്നു. അന്ന് ബ്രദർ ദൂത് പറഞ്ഞു മകളുടെ കല്യാണം കടബാധ്യതയില്ലാതെ ഏറ്റവും ഭംഗിയായി നടക്കുമെന്ന്. വണ്ടർഫുൾ. ഒന്ന് കൈയടിച്ചു. അതുപോലെ തന്നെ കടബാധ്യതയില്ലാതെ ഏറ്റവും ഭംഗിയായിട്ട് കല്യാണം നടന്നു എന്നാണ് പറയുന്നത്. കൃഷി പോയി, പക്ഷെ കല്യാണം നന്നായിട്ട് നടന്നു. ₹1 രൂപ പോലും എൻ്റെ കയ്യിലില്ല. എൻ്റെ പ്രാർത്ഥന കേട്ടു. എല്ലാവിധ നന്മകളുടെ ഏറ്റവും നല്ല കല്യാണം, ഗ്ലോറിയായിട്ട് കല്യാണം നടന്നു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. മോഹൻ ബ്രദറിന്റെ കൃഷി ഇനി ഒരിക്കലും നശിക്കരുതപ്പ. അനേകർക്ക് ആസ്വാദമായി കൃഷി മാറട്ടെ. ബ്ലസ് യു. ബ്രദർ, ഈ ആന്റിയുടെ പേര് വിനയ എന്നാണ്. കോട്ടയം ചർച്ചിൽ ഇടയ്ക്ക് വരുന്ന ആന്റിയാണ്. ഈ ആന്റി കഴിഞ്ഞ കോട്ടയം മീറ്റിംഗ് ജൂണിലായിരുന്ന സമയത്ത് അവിടെ ഒരു സാക്ഷ്യം പറയാൻ വന്നിട്ടുണ്ടായിരുന്നു, ആണി രോഗം മാറിയതിനെ തുടർന്നിട്ട്. അപ്പോൾ ആ സ്റ്റേജിൽ വെച്ച് ആൻറ്റി ഓർത്തു, എനിക്ക് ഇനി അടുത്ത് ഞാൻ സാക്ഷ്യം പറയുന്നത് 2 മക്കളുണ്ട്, അവരുടെ ജോബ് റെഡിയായി എന്നുള്ള സാക്ഷ്യം എനിക്ക് പറയണമെന്ന്. നെക്സ്റ്റ് ആ ദിവസങ്ങളിൽ തന്നെ ആൻറ്റിയുടെ 2 മക്കൾക്കും ജോബ് റെഡിയായി. ഫോറിനിലാണ്, ഒരാൾ സൗദി, ഒരാൾ കുവൈറ്റിലാണ്. 2 പേരും ജോലിയായി. അത് അനുഗ്രഹമായിരിക്കുന്നു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. താങ്ക് യു. സന്തോഷത്തോടെ. ന്യൂ ഇയർ സർവീസ് 2025 ഈ പുതുവർഷം നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം. ഡിസംബർ 31 വൈകുന്നേരം 7:30 മുതൽ. സ്ഥലം ട്രാവൻകൂർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, കാര്യവട്ടം, തിരുവനന്തപുരം. കർത്താവിന്റെ ദാസൻ അപ്പോസ്തലൻ ജോൺ താരു ഈ മീറ്റിംഗുകളിൽ ശുശ്രൂഷിക്കുന്നു. നീ പറയുന്നത് ആത്മമണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്. നീ ഒരു ഫ്ലെയിംസ് ഓഫ് ഫയർ ആകാൻ പോവാ. കൂടുതൽ വിവരങ്ങൾക്ക് 0471 661 6666. ഈ മീറ്റിംഗുകളിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഓരോ അത്ഭുത പ്രവൃത്തികൾക്കുമായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിൻ്റെ വീര്യപ്രവൃത്തികൾ, അതിനെ കാണാൻ കഴിയുന്നതും കേൾക്കാൻ കഴിയുന്നതും ജീവിക്കുന്ന ഒരു ദൈവത്തെ ഓരോ ദിവസം അനുഭവിക്കാൻ കഴിയുന്നതും അതേറെ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ മുൻപിലായിരിക്കുന്ന, നിങ്ങളുടെ ചുറ്റുപാടുമായിരിക്കുന്ന കുടുംബങ്ങളോട് പറഞ്ഞാട്ടെ, ജീവിക്കുന്ന ഒരു കർത്താവിനെക്കുറിച്ച് പറഞ്ഞാട്ടെ, അവൻ്റെ അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞാട്ടെ, അവൻ ചെയ്ത സൗഖ്യത്തെക്കുറിച്ച്, വീര്യപ്രവൃത്തികളെക്കുറിച്ച് അനേകരോട് സാക്ഷീകരിച്ചാട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, യേശുപ്പ, നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. എന്നെ കാണുന്ന വീടുകളിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവ് ചലിക്കട്ടെ അപ്പ, ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവ് ചലിക്കട്ടെ അപ്പ, അത്ഭുത പ്രവൃത്തികൾ കൊണ്ട് നിറയട്ടെ അപ്പ, വീര്യപ്രവൃത്തികൾ കൊണ്ട് നിറയട്ടെ അപ്പ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. എനിക്കൊരു കാഴ്ച കാണാം. ആ വ്യക്തിയുടെ കാലിൽ, മുട്ടിന് താഴെ, കാലിൻ്റെ പുറകുവശത്തല്ല, ഫ്രണ്ടിലായിട്ട് ആഴത്തിലൊരു മുറിവുണ്ട്. ആ മുറിവ് അത് കുഴിഞ്ഞതുപോലെ ഇരിക്കുകയാണ്. ആ മുറിവ് ഉണങ്ങാതെ നാളുകളായി ഭാരപ്പെടുന്നു.
കർത്താവിൻ്റെ കരം അവിടെ ഇനി മാംസം വെച്ച് പിടിപ്പിച്ചാലേ അത് നികന്നു വരത്തുള്ളൂ എന്ന സ്ഥിതിയിലാണ് ആ മുറിവായിരിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ അത്ഭുത കരം ആ വ്യക്തിയെ തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ആ വ്യക്തിയെ തൊടുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ കൃപ ആ വ്യക്തിയുടെ മേൽ ചലിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് കൊടുക്കുന്ന സൗഖ്യത്തിനായി നന്ദി പറയുന്നു. അപ്പോൾ യേശുവെ അവിടുന്ന് കൊടുക്കുന്ന വിടുതലിനായി നന്ദി പറയുന്നു. കർത്താവേ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതേപോലെ തന്നെ 10th പഠിക്കുന്ന ഒരു മോളെ കാണാം. ആ മോൾക്ക് സയൻസ് വളരെ പ്രയാസമാണ്. സയൻസിൽ മാർക്ക് കിട്ടാനേ പാടാണ്. ഒത്തിരി പ്രയാസത്തോടെയാണ് ആയിരിക്കുന്നത്. അതെങ്ങനെ പഠിച്ചു തീർക്കുമെന്ന് അറിയത്തില്ല. ആ കുഞ്ഞിന് മേൽ കർത്താവിൻ്റെ കൃപ ചലിക്കുകയാണ്. ആ കുഞ്ഞിന് മേൽ ആ കർത്താവിൻ്റെ കൃപ ചലിക്കുകയാണ്. ദൈവത്തിൻ്റെ സൗഖ്യം ആ മോളുടെ മേൽ വരുവാണ്. ജ്ഞാനത്തെ കൊടുക്കുന്ന, ബുദ്ധിയെ കൊടുക്കുന്ന, ഓർമ്മയെ കൊടുക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഈ സമയം പഠിക്കുന്ന വിഷയങ്ങൾ പ്രയാസമായിരിക്കുന്നു, എത്ര പഠിച്ചാലും മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ യേശുവേ, കുഞ്ഞിനെ തൊട്ടതുപോലെ, ഈ മോളെ തൊട്ടതുപോലെ എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവേ കുഞ്ഞുങ്ങളെ തൊട്ടാട്ടെ അപ്പാ, അവരുടെ മേൽ ആ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കർത്താവിൽ നിന്നാണ് ഇത് ഉളവായി വരുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മേൽ അത് പകർന്നാട്ടെ അപ്പാ. യേശുവെ അത് പകർന്നാട്ടെ, ജ്ഞാനത്തെ പകർന്നാട്ടെ, കൃപയെ പകർന്നാട്ടെ അപ്പാ, സൗഖ്യത്തെ പകർന്നാട്ടെ അപ്പാ. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അപ്പോൾ അവിടുന്ന് ചെയ്യുന്ന ദൈവപ്രവൃത്തിക്കായി നന്ദി പറയുന്നു. ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവിടുത്തെ കരം ചലിച്ചിരിക്കാൻ നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വലിയ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.